ലോക പ്രശസ്തൻ. അന്നേരം നോയിക്കോണം അങ്ങോട്ടും ഇങ്ങോട്ടും. അവൻ തന്നെ ആയിരിക്കും ചിലപ്പം തെള്ളി താഴെ ഇടാൻ കളത്തിയേ. സ്തോത്രം. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഒരു വിടുതൽ എനിക്ക് കിട്ടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു മനോസുഖമുണ്ട്. തിരുവല്ല ഹപ്പുറം ചർച്ചിൽ. സ്തോത്രം. ഈ ദൈവദാസനെ കുറിച്ച് ഓർക്കുമ്പോൾ അന്നേരം ഓർത്തോണം, നിന്നെ തെള്ളിയിടാറായി. കളത്തുക. കണ്ടവാന്, ഈ നാടൻ ഭാഷ പറഞ്ഞ കണ്ടവാന് സുഖിപ്പിക്കുമ്പം, കണ്ടവാന് നിന്നെ കിളത്തുമ്പം ഓർത്തോണം, അവൻ തന്നെ ആയിരിക്കും പുറകു നിന്റെ കോതുകാല് വെച്ചേച്ച് തെളിയിടുന്നത്. സ്തോത്രം. പേര് പറയത്തില്ല. പണ്ടൊരു ഒരു ദൈവനാസനുണ്ടായിരുന്ന ഒരു പരമാർത്ഥിയാ, ഒരു വിധത്തിൽ പറഞ്ഞാൽ പരമാർത്ഥിയാ. ഈ കൂടെ നിൽക്കുന്ന ശിങ്കിടികള് ഇടയ്ക്കിടയ്ക്ക് എന്ന് പുള്ളിയോട് പറയും, സാറിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ശുശ്രൂഷ എന്തുവായിരുന്നു. ഉടനെ സാറ് ഒന്നുകൂടെ അങ്ങ് വിരിഞ്ഞിരിക്കും. എന്തുവായിരുന്നു? അയ്യോ, തീയായിരുന്നു. ഉടനെ പുള്ളി കസൻ, ജീസസ്. നാട്ടുകാരെ പറഞ്ഞു, ഒരു തീക്കുണ്ടം സ്റ്റേജിൽ കൂടെ ഓടുന്നെന്ന്. പുള്ളി അങ്ങ് ഇളകി. ഉടനെ പുള്ളി ചോദിക്കും, നടന്നാന്നോ വന്നേ, വണ്ടിക്കാന്നോ വന്നേ? ഞാൻ ബസ്സിനാ വന്നേ. ചെക്ക് എഴുതി കൊടുത്തു. അവനിത് പറയുന്ന മുടക്കല്ലേ ഉള്ളു. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും സംസാരമാ, ആ തീക്കുണ്ടം എന്ത് ചെയ്യുന്നു. പുള്ളിയെ കുപ്പിയിൽ ഇറക്കാൻ വേണ്ടി അവൻ ഒപ്പിക്കുന്നേ. ഈ പാവത്തിന് ഇത് അറിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ള നല്ല നമ്മളെ നന്നായിട്ട് കിളത്തുന്ന ആൾക്കാരുണ്ട്. കണ്ടമാനം മാന്യമായിട്ട് പറയുകയും യോഗ്യമായിട്ട് പറയുമ്പോൾ നമുക്കറിയാം. കണ്ടമാനം സുഖിപ്പിക്കുമ്പോൾ ഓർത്തോണം, യോ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് എന്തുമായിരുന്നു. അന്നേരം ഓർത്തോണം, ഇവൻ അപ്പുറലോട്ട് മാറി പറയൂ, അയാൾ എന്നെ ഈ പറയുന്നത്. അയാൾക്ക് ബോധവും വിവരമൊന്നും ഇവിടെ പറഞ്ഞാൽ ഇവൻ അപ്പുറലോട്ട് മാറി. ഇതാ ലോകം. ആരെയും കുറ്റം പറയുകയല്ല, പ്രകൃതി ഇതാ. അപ്പൊ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നീ ഇളകരുത്. നമ്മുടെ മാതൃക യേശുക്രിസ്തുവാ. സ്തോത്രം, സ്തോത്രം. അവിടുത്തെ സേവിച്ചും സ്നേഹിച്ചും ആരാധിച്ചും ആമേൻ അവിടുത്തെ പിന്നാലെ യാത്ര ചെയ്തോണം. അവിടുത്തെ നിന്ദിച്ചു, പരിഹസിച്ചു, ആക്ഷേപിച്ചു, അപമാനം പറഞ്ഞു, എന്തെല്ലാം പരിഹാസ ശരങ്ങൾ തൊടുത്തു വിട്ടു. രണ്ട് തല്ലിയാ നമുക്ക് സഹിക്കാം, പരിഹസിച്ചാലോ വലിയ മനോവേദനയാ. എന്നാൽ നമ്മുടെ കർത്താവ് അതെല്ലാം ശാന്തമായിട്ട് സഹിച്ചു. സഹതാപമൊരുത്തനും ഇല്ലവനിൽ, സഹകാരികളൊരുവരും ഇല്ലരികിൽ. സഹതാപമൊരുത്തനു ഇല്ലവനിൽ, സഹകാരികൾ ഒരുവരും ഇല്ലരികിൽ. സർവേശ്വരനും കൈവിട്ടതു ദാരുണ ഓർത്ത പാപികളാ നരകാർ. സർവേശ്വരനും കൈവിട്ടതു ദാരുണ ഓർത്ത പാപികളാ നരകാർ. കുരിശും നിജ തോളിലെടു തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാൺമീ. കുരിശും നിജ തോളിലെടു തൊരുവൻ ഗിരിമേൽ കരേറി കാഴ്ച കാണി. നരകാഗ്നിയതിൽ നരരാകുലരായി
എരിയാനിടയാകരുതായതിനാൽ നരകാഗ്നിയതിൽ നരരാകുലരായി എരിയാനിടയാകരുതായതിനാൽ ചൊരിയുന്നവനിൽ ദുരിതങ്ങളശേഷവും ഈശൻ കാരുണ്യമേതു ഓർത്ത ചൊരിയുന്നവനിൽ ദുരിതങ്ങളശേഷവും ഈശൻ കാരുണ്യമേതു ഓർത്ത കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണി കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി പോകും കാഴ്ച കാണി. നമ്മുടെ കർത്താവും നിന്ദിക്കപ്പെട്ടു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ നിന്ദിക്കും, ആക്ഷേപിക്കും, അപമാനിക്കും, പരിഹസിക്കും, പഴിക്കും, തളർന്നു പോകരുത്. നമുക്ക് മുന്നമേ ഇതെല്ലാം സഹിച്ച ഒരുവനുണ്ട്. അവനെ ധ്യാനിച്ചും ആരാധിച്ചും സ്നേഹിച്ചും സേവിച്ചും മുമ്പോട്ട് പൊക്കോണം. നിനക്കൊരു ദോഷവും വരികയില്ല. യഹോവ ഒരു ദോഷവും തെറ്റാനവണ്ണം നിന്നെ പരിപാലിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ ഓടിച്ചു പറയാം. അപ്പോൾ ഇസഹാക്കിന്റെ വിവാഹം ഇത് യഹോവയാൽ സംഭവിച്ചു. ആ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചതാ. ഇസഹാക്ക് ക്രിസ്തുവേശുവിന് നെടലും റിബേക്ക ആമെ ദൈവസഭയ്ക്ക് നെടല. അത് പിന്നീട് ഒരു ദിവസം നമുക്ക് ചിന്തിക്കാം. നമ്മളെടുത്ത വാക്യം ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആഴ്ചയ്ക്കും. രണ്ടാമത് ദൈവത്താൽ സംഭവിച്ച ഒരു വിഷയം ഓടിച്ച് മുൻപോട്ട് പോകാം. ഞാനിങ്ങനെ ആ ഭാഗം ശിംശോന്റെ ആ ബന്ധം, ശിംശോന് പല ബന്ധമുണ്ട്. അതിൽ ആരംഭത്തിൽ ഒരു ബന്ധം അത് യഹോവയാൽ സംഭവിച്ചതാ. വായിച്ചേ, ന്യായാധിപന്മാരുടെ പുസ്തകം, അറിവുള്ള വാക്യമാ, 14-ാം അധ്യായത്തിന്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 14:4 എന്ന് വായിച്ചേ. 14:4. ഇത് യഹോവയാൽ ഉണ്ടായത് എന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അതാ, ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. എങ്ങനെയുണ്ട്? ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. ഇതിന്റെ പശ്ചാത്തലം വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് പ്രസംഗം കേട്ടിട്ടുള്ള എല്ലാവർക്കും മനപാഠമായി പാകം. ഇത് യഹോവയാൽ സംഭവിച്ചു എന്നവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. ആരുടെ കാര്യമാ? ശിംശോനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ആരുടെ കാര്യമാ? ശൂശു എന്ന് വെക്കാതെ അത് ക്ലിയർ ആയിട്ട് പറ. ശിംശോൻ. സ്തോത്രം. ശിംശോന്റെ ഈ ബന്ധം, കാരണം ഈ ശിംശോന്റെ ഈ ബന്ധം, ഇവൻ പെലിസ്ത്യ നാട്ടിൽ ചെന്ന് ഒരു പെലിസ്ത്യ തിമ്മിനയിൽ ചെന്ന് ഒരു പെലിസ്ത്യ കന്യകയെ കണ്ടു. ശിംശോനെ പറ്റി നിങ്ങൾക്കറിയാം. ദൈവത്താൽ അരുളപ്പാട് ആലോചന ലഭിച്ച് ജനിച്ച കുട്ടിയാ ശിംശോൻ. മാനോകേട്ടിലേക്കും ഭാര്യയായിട്ടൊക്കെ ചെന്ന് ദൂത് പറഞ്ഞു. ആ സഹോദരിയോട് പറഞ്ഞു, നീ ഗർഭവതിയാകും, ഒരു മകനെ പ്രസവിക്കും, അവൻ യഹോവയ്ക്ക് നേസീവ്രതസ്ഥനായിരിക്കണം. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? വായിച്ചേ 2-ാം വാക്യം 13:2. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സോരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്ന് പേർ. അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല.
ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക. അപ്പൊ പിന്നെ ഒരു കാര്യം, നീ സൂക്ഷിക്കണം. സഹോദരിയോട് പറഞ്ഞു, നീ സൂക്ഷിക്കണം. അമ്മമാരെല്ലാം സൂക്ഷിച്ചോണം. തലമുറയോടുള്ള ബന്ധത്തിൽ അപ്പന്മാരെക്കാൾ കൂടുതൽ സൂക്ഷ്മതയോടെ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അമ്മമാരാ, ഇല്ലേ? ഞാൻ പ്രസവിച്ചെന്നേ ഉള്ളു പാസ്റ്ററെ, കൊച്ചിനെ വളർത്തിയതല്ല അച്ചായന. അതിന് പാല് കൊടുത്തതും ബിസ്ക്കറ്റ് കൊടുത്തതും കുറുക്കുണ്ടാക്കി കൊടുത്തതും അപ്പിയിട്ടപ്പം അതിൻ്റെ തുണി കഴുകിയതും എല്ലാം മിണ്ടുകയല്ല. ഈ വയ്യാത്ത സഹോദരിമാരുണ്ട്, അവർക്ക് ഹെൽപ്പ് ചെയ്തു കൊടുക്കണം. ഒരു കുഴപ്പമില്ലാത്ത കാര്യമായി ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നന്നായിട്ട് സൂക്ഷിക്കണം സഹോദരിമാർ. അതാ ഈ മനോഹയുടെ ഭാര്യയോട് പറയാം, നീ നല്ലതുപോലെ സൂക്ഷിച്ചോണം. ഈ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുകയാ, നന്നായിട്ട് സൂക്ഷിക്കണം. ഒന്നുകൂടെ വായിച്ചേ ആ പദം. ആകയാൽ നീ സൂക്ഷിക്കണം. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ അമ്മ നല്ലതുപോലെ സൂക്ഷിച്ചോണം. നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായിരിക്കുക, ഈ അകത്ത് കിടക്കുന്ന കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ നല്ലതുപോലെ സൂക്ഷിക്കണം. കൂടുതൽ സമയം വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം. ജോലി ചെയ്യുന്നവർ ചിലപ്പം ജോലി ചെയ്തേ ഓക്കൂ. ഇപ്പൊ പിന്നെ ഡോക്ടർമാര് കാണാൻ പോയിക്കാൻ